നമുക്ക് ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ടാവുമല്ലോ. അവരോടൊത്ത് കൂട്ടുകൂടി നടക്കാനും സൊറ പറയാനും ആർക്കാ ഇഷ്ടമല്ലാത്തത്? അവരുടെ ഇടയിലും കാണും നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരു കൂട്ടുകാരിയോ കൂട്ടുകാരനോ ഒക്കെ അല്ലേ. ഞാനിവിടെ പറയാൻ പോകുന്നത് അതുക്കും മേലെ നമുക്ക് പ്രിയം തോന്നുന്ന, അടുപ്പം തോന്നുന്ന ഒരു ഫ്രണ്ടിനെ കുറിച്ചാണ്. പാശ്ചാത്യ രാജ്യങ്ങൾ വളരെ മുൻപ് തന്നെ പ്രസിദ്ധി നേടിയിട്ടുള്ളതും എന്നാൽ നമ്മുടെ ഇടയിൽ അത്യധികം പ്രചാരം നേടിക്കൊണ്ടിരിക്കുന്നതുമായ ഒരു ഇഷ്ടവാക്കാണ് സോൾമേറ്റ്. എന്താണ് സോൾമേറ്റ്? ആരാണ് നിങ്ങളുടെ സോൾമേറ്റ്? നിങ്ങളുടെ ജീവിതത്തിലേക്ക് നിങ്ങൾ അറിയാതെ തന്നെ കടന്നു വരുന്ന, അത്രമേൽ സന്തോഷവും ഇഷ്ടവും പങ്കുവെക്കുന്ന ഒരാൾ. അതാരുമാകാം. സെയിം ജെൻഡർ, സെയിം ഫാമിലി മെമ്പർ ഓർ ഫ്രണ്ട്സ്. നിങ്ങളെ സ്വാധീനിക്കുന്ന ആ വ്യക്തി ആരാണെന്ന് കണ്ടുപിടിക്കാനുള്ള മാർഗങ്ങളാണ് ഈ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത്. ഒന്നാമതായി പറയാനുള്ളത്, നിങ്ങൾ മാജിക് നമ്പറായ 1010, 1111, 1212, 3344, 2222, 3333 എന്നത് ഇടയ്ക്കിടെ കാണാറുണ്ടോ? അത് മുൻപിൽ പോകുന്ന വണ്ടിയുടെ നമ്പറാകാം, അല്ലെങ്കിൽ നിങ്ങൾ മൊബൈലിലേക്ക് നോക്കുമ്പോൾ കാണുന്ന സമയമായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ എടുക്കുന്ന ലോട്ടറി ടിക്കറ്റ് നമ്പറായിരിക്കാം. അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഓർക്കുക, നിങ്ങളുടെ സോൾമേറ്റിനെ അടുത്ത് തന്നെ നിങ്ങൾ കണ്ടുമുട്ടും, ഉറപ്പിച്ചോളൂ. രണ്ടാമതായി, നിങ്ങൾ കാണുന്നതും കണ്ടുമുട്ടുന്നതും തികച്ചും അപ്രതീക്ഷിതമായ ചുറ്റുപാടിലായിരിക്കാം. ചിലപ്പോൾ ലവ് അറ്റ് ഫസ്റ്റ് സൈറ്റ് ആവാം, അല്ലെങ്കിൽ മുൻപ് ഒരേ സ്ഥലത്ത് ജീവിച്ചിരുന്നവരോ ജോലി ചെയ്തിരുന്നവരോ ആവാം. പക്ഷെ വീണ്ടും കാണുന്നത് വളരെ കാലത്തിന് ശേഷമായിരിക്കും. രണ്ടുപേരുടെയും വേവ് ലെങ്ത് ഒരുപോലെ ആകുമ്പോൾ ശരിയായ സമയത്ത് സോൾമേറ്റ് നിങ്ങളുടെ മുമ്പിലേക്ക് വന്നു ചേർന്നുകൊള്ളും. അതിനായി വേറെ ഒന്നും ചെയ്യാനില്ല, സ്വാഭാവികമായി നടക്കുന്ന ഒരു കാര്യമാണത്. മൂന്നാമതായി, കണ്ടുമുട്ടുന്ന ആ നിമിഷം മുതൽ നാം അറിയാതെ ഒരു പോസിറ്റീവ് വൈബ് നമുക്ക് വന്നു ചേരും. അതുവരെ ഇല്ലാത്ത ഒരു പ്രത്യേക ആകർഷണം തോന്നും. ആത്മാവിൻ്റെ പാതി അല്ലെങ്കിൽ ജീവൻ്റെ ഒരു അംശമായി വേർതിരിവുകൾ ഇല്ലാത്ത ഒരു സന്തോഷമുണ്ടാകും. അതിന് ഒരേ ജെൻഡർ ആണെങ്കിലും അല്ലെങ്കിലും. നാലാമതായി, എത്രയോ കാലമായി പരിചയമുള്ളവരെ പോലെ തോന്നും. അവരുടെ കൂടെയുള്ള ഓരോ നിമിഷവും സമാധാനത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും അതിമനോഹരമായ മുഹൂർത്തങ്ങളായിരിക്കും. ഒന്നും പറയാതെ തന്നെ പരസ്പരമുള്ള നോട്ടങ്ങളിൽ കൂടി പറയാനുള്ളത് മുഴുവൻ പറഞ്ഞതുപോലെ അല്ലെങ്കിൽ കേട്ടതുപോലെയുള്ള ഒരു തോന്നൽ അതുണ്ടെങ്കിൽ അത് നിങ്ങളുടെ സോൾമേറ്റ് തന്നെയാണ്. അഞ്ചാമതായി, അവരുടെ പേര് പോകുന്നിടത്തെല്ലാം കാണാം. ചിലപ്പോൾ വല്ല കടയുടെയോ അല്ലെങ്കിൽ സ്ഥാപനത്തിൻ്റെയോ, അതുമല്ലെങ്കിൽ വല്ല വാഹനത്തിൽ എഴുതിയതോ ആകാം. അതുപോലെ തന്നെ അവിടെയും ഇവിടെയും നിങ്ങൾ പോകുന്ന സ്ഥലങ്ങളിലുമൊക്കെ അതേ പേരുള്ള ആളുകളെയും കാണാം. ആറാമതായി, പരസ്പരമുള്ള കുറവുകളെ മറന്ന് പരസ്പരം ബഹുമാനിക്കുകയും സപ്പോർട്ട് ചെയ്യുകയും പോസിറ്റീവായ കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടി പരസ്പരം വളർത്താൻ മോട്ടിവേറ്റ് ചെയ്യുകയും ചെയ്യും. അതുവഴി പരസ്പരം വളരുന്നതിനുള്ള ആഴത്തുള്ള ആത്മബന്ധവും ഉണ്ടാകുന്നു. ഏഴാമതായി, അൺകണ്ടീഷണൽ ലവ് ആയിരിക്കും. യാതൊരു നിബന്ധനകളുമില്ലാതെ നിരുപാധികമായി സ്നേഹിക്കാനും ഉപാധികളില്ലാതെ പരസ്പരം സഹായിക്കാനും സാധിക്കും. ഒരു തരത്തിലുള്ള ലാഭേച്ഛയുമില്ലാതെ എന്നത് പ്രത്യേകം ഓർക്കുക. എട്ടാമതായി, എത്ര അകലെയാണെങ്കിലും പരസ്പരം കണ്ടില്ലെങ്കിലും ഒരു കണക്റ്റ് എപ്പോഴും ഉള്ളതായി ഫീൽ ചെയ്യും. അതുപോലെ അവരുടെ മൗനത്തിലും അവരുടെ മനസ്സ് വളരെ കൃത്യമായി വായിക്കാൻ സാധിക്കുന്നു. സംസാരിച്ചു തുടങ്ങിയാൽ നിർത്താൻ പറ്റാത്ത രീതിയിൽ ടോപ്പിക്കുകൾ ഒന്നിനു പുറകെ ഒന്നായി വന്നുകൊണ്ടിരിക്കും. സത്യത്തിൽ ഒന്നിലും കഴമ്പില്ലെങ്കിലും വെറുതെ സംസാരിക്കുക എന്നതിൽ കഴിഞ്ഞ് യാതൊന്നുമില്ല. ഒൻപതാമതായി, അവരുടെ കൂടെയായിരിക്കുമ്പോൾ ഒരു പ്രത്യേക മതിപ്പും കരുത്തും സുരക്ഷിതത്വവും നമുക്ക് ഫീൽ ചെയ്യും. ജീവിതത്തിൽ ആനന്ദവും അനുഭൂതിയും പരിപൂർണതയും വന്നു ചേരുന്നതായി തോന്നും. കൂട്ടുവിടാതെ വീണ്ടും വീണ്ടും കാണാനും മിണ്ടാനും നിങ്ങൾക്ക് ആ ഒരു പ്രത്യേക വ്യക്തിയോട് തോന്നുന്നുണ്ടെങ്കിൽ സംശയിക്കേണ്ട, അത് നിങ്ങളുടെ സോൾമേറ്റ് തന്നെയാണെന്ന് ഉറപ്പിക്കാം. പത്താമതായി, ആ പ്രത്യേക വ്യക്തിയുടെ അടുത്തെത്തുമ്പോൾ ഇതുവരെ ഇല്ലാത്ത ഒരു ഉന്മേഷവും ഊർജവും സന്തോഷവും അറിയാതെ നിങ്ങളിലുണ്ടാകും. ഈ വ്യക്തിയാണോ ഇത്രയും കാലം തിരഞ്ഞുകൊണ്ടിരുന്നത് എന്ന് തോന്നിപ്പോൾ. ഇത് ഓപ്പോസിറ്റ് ജെൻഡർ ആണെങ്കിൽ വിവാഹത്തിൽ കലാശിക്കണമെന്ന ഒരു നിർബന്ധവുമില്ല. ഫ്രണ്ടാണോ? അല്ല. ഇണയാണോ? അതുമല്ല. അതുക്കും മേലെ ഉള്ള ഒരു ബന്ധം എന്ന് പറയില്ലേ, അതൊരു അനുഭൂതിയാണ്. നിങ്ങൾക്ക് ഇതുവരെ നിങ്ങളുടെ സോൾമേറ്റിനെ കണ്ടെത്താൻ കഴിഞ്ഞില്ലെങ്കിൽ അതിന് എത്രയും പെട്ടെന്ന് സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും അടുത്തൊരു വീഡിയോയുമായി വരുന്നതുവരെ ദിസ് ഈസ് സുധീർ മേനോൻ സൈനിങ് ഓഫ്.